അതിസമ്പന്നമായ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആഡംബര ബംഗ്ലാവാണ് കൈലാസം. അവിടെ വർമ്മ ഗ്രൂപ്പിന്റെ ഏക അവകാശിയും മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ബാലഗോപാൽ വർമ്മയുടെ മകളുമായ ആരതി വർമ്മ താമസിക്കുന്നു. 24 വയസ്സുള്ള ആരതി ഫാഷനിലും കലയിലും അഭിരുചിയുള്ള, എന്നാൽ അച്ഛന്റെ കണിശമായ ലോകത്തിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. കൈലാസത്തിലെ പുൽത്തകിടിയിലൂടെ അവളുടെ BMW കാർ ഓടിക്കുന്നവൻ വിനയൻ, 26 വയസ്സുകാരൻ. പാലക്കാട്ടെ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം തേടി നഗരത്തിലെത്തിയവൻ. വിനയൻ ശാന്തനാണ്, അധ്വാനിയാണ്, ആത്മാർത്ഥതയുടെ പ്രതിരൂപമാണ്. 1 വർഷമായി അവൻ കൈലാസത്തിലെ ഡ്രൈവറാണ്. ആരതിയുടെ ജീവിതം എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലും യൂറോപ്യൻ യാത്രകളിലുമായി ഒതുങ്ങി. വിനയന്റെ ജീവിതം ചൂടുള്ള ഡ്രൈവർ സീറ്റിലും കാർ കഴുകി വൃത്തിയാക്കുന്നതിലുമായി ഒതുങ്ങി. അവരുടെ ലോകങ്ങൾക്കിടയിൽ ഒരു വലിയ മതിലുണ്ടായിരുന്നു, പണത്തിന്റെ മതിൽ. ഒരു ദിവസം ആരതിയെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വിനയൻ പോയി. ഫ്ലൈറ്റ് വൈകിയതിനാൽ അവർക്ക് ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു. എന്താ വിനയൻ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ? ആരതി കാറിൽ കയറി ചോദിച്ചു. ഒന്നുമില്ല മാഡം, ഇന്നലെ രാത്രി അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വന്നു. അത് കാരണം അല്പം ഉറക്കം കുറഞ്ഞു. വിനയൻ വിനയത്തോടെ മറുപടി നൽകി. ആരതിക്ക് അല്പം വിഷമം തോന്നി. അച്ഛന് വയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ലീവ് എടുക്കണമായിരുന്നു. ഈ പണത്തിനു വേണ്ടി എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? വിനയൻ ചിരിച്ചു. ഈ കഷ്ടപ്പാടാണല്ലോ മാഡം ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതം. ഈ ജോലി പോയാൽ അച്ഛന്റെ ചികിത്സ മുടങ്ങും. അതുകൊണ്ട് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. വിനയന്റെ ആത്മാർത്ഥമായ വാക്കുകൾ ആരതിയുടെ മനസ്സിൽ തങ്ങി. അയാളിലെ ലാളിത്യവും ഉത്തരവാദിത്ത ബോധവും അവൾ ശ്രദ്ധിച്ചു തുടങ്ങി. അധ്യായം 2. ഒരുമിച്ചുള്ള നിമിഷങ്ങൾ. ആരതി വർമ്മയുടെ പ്രൊജക്ട് ആവശ്യങ്ങൾക്കായി വിനയൻ അവളെ നഗരത്തിലെ ചില ഗ്രാമീണ പ്രദേശങ്ങളിലും ചേരികളിലും കൊണ്ടുപോകേണ്ടി വന്നു. ആ യാത്രകളാണ് അവരുടെ മതിലുകൾ തകർത്തത്. ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ പഴയ ക്ഷേത്രത്തിന്റെ ഭംഗി കാണാൻ വേണ്ടി അവർ കാർ ഒരിടത്ത് നിർത്തി. എന്തൊരു സമാധാനമാണല്ലേ വിനയൻ, ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിന്? ആരതി ചോദിച്ചു. അതെ മാഡം, ഇതൊക്കെയാണ് യഥാർത്ഥ ജീവിതം. കാശില്ലെങ്കിലും ഇവിടെ സ്നേഹവും സത്യസന്ധതയുമുണ്ട്, വിനയൻ പറഞ്ഞു. ആരതി അവനെ നോക്കി. നിങ്ങൾ എന്നെ മാഡം എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. വെറുതെ ആരതി എന്ന് വിളിച്ചാൽ മതി. വിനയൻ ഞെട്ടി. അത് ശരിയല്ല മാഡം, ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരനാണ്. ജോലിക്കാരൻ? അതെ. എന്നാൽ എന്നേക്കാൾ നല്ലവനും മനുഷ്യത്വമുള്ളവനുമാണ് നിങ്ങൾ. പുറത്ത് നമ്മൾ സുഹൃത്തുക്കളായാൽ മതി. ആരതിയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം. അന്നു മുതൽ കാറിനുള്ളിലെ സംസാരങ്ങൾ വർദ്ധിച്ചു. വിനയൻ അവന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു ചെറിയ ട്രാവൽ ഏജൻസി തുടങ്ങണം, അമ്മയെയും അച്ഛനെയും നന്നായി നോക്കണം. ആരതി അവളുടെ ഏകാന്തതയെക്കുറിച്ചും അച്ഛൻ തനിക്കായി ഒരുക്കുന്ന ബിസിനസ്സുകാരനായ വരനെക്കുറിച്ചുള്ള പേടിയെക്കുറിച്ചും പറഞ്ഞു. വിനയന്റെ കൈതച്ചക്കയുടെ മണം പോലുള്ള ലാളിത്യം ആരതിയുടെ കാഞ്ചനമാലയുടെ തിളക്കമുള്ള ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചമായി. അവൾ അവനെ പ്രണയിച്ചു തുടങ്ങി. അവളുടെ പ്രണയം പതുക്കെ വിനയനും മനസ്സിലാക്കി. ഭാഗം 2. രഹസ്യവും വെളിപ്പെടുത്തലും. അധ്യായം 3. പ്രണയത്തിന്റെ നിഴലുകൾ. ആരതിയും വിനയനും തമ്മിലുള്ള ബന്ധം രഹസ്യമായി വളർന്നു. വിനയൻ ഡ്രൈവർ സീറ്റിലും ആരതി പിൻസീറ്റിലുമായിരിക്കുമ്പോൾ പോലും അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു. ഒരു നോട്ടം, ഒരു ചെറുപുഞ്ചിരി, അതായിരുന്നു അവരുടെ പ്രണയഭാഷ. ഒരു ദിവസം നഗരത്തിൽ മഴ കനത്തു. ആരതിയുടെ കാർ ഒരു ഉൾവഴിയുടെ അറ്റത്ത് നിന്നു. റോഡിൽ വെള്ളം കയറി. ഇന്ന് കുറച്ച് വൈകും ആരതി, റോഡ് ക്ലിയർ ആകാൻ, വിനയൻ പറഞ്ഞു. കാറിനുള്ളിൽ മൗനം. ആരതി വിനയന്റെ തോളിൽ കൈവച്ചു. വിനയ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ പണത്തിന്റെ മതിലുകൾ തകർത്ത് നമുക്കൊന്നിച്ച് ജീവിക്കാനാകുമോ? വിനയൻ ഞെട്ടി. അവന്റെ മുഖത്ത് ഒരു ഭയം നിഴലിച്ചു. മാഡം, വേണ്ട. ഞാനൊരു പാവപ്പെട്ട ഡ്രൈവറാണ്. നിങ്ങളുടെ അച്ഛൻ. ഈ ലോകം നമ്മളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല. എനിക്കതറിയാം. പക്ഷെ എനിക്ക് നിങ്ങളില്ലാതെ വയ്യ. നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല. ആരതിയുടെ നിർബന്ധത്തിന് വഴങ്ങി വിനയൻ ആദ്യമായി അവളുടെ കൈകളിൽ പിടിച്ചു. ആ സ്പർശം അവരെ രണ്ടുപേരെയും ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോയി. അവർ വിവാഹം കഴിക്കാൻ രഹസ്യമായി തീരുമാനിച്ചു. അധ്യായം 4. പ്രതികാരത്തിന്റെ വാളുകൾ. അവരുടെ പ്രണയം അധികനാൾ രഹസ്യമായി ഇരുന്നില്ല. കൈലാസത്തിലെ കാര്യസ്ഥൻ മാധവൻ പിള്ളയ്ക്ക് സംശയം തോന്നി. അദ്ദേഹം ബാലഗോപാൽ വർമ്മയുടെ വിശ്വസ്തനായിരുന്നു. ഒരു ദിവസം രാത്രി വൈകി വിനയൻ ആരതിയെ അവളുടെ റൂമിന്റെ ബാസ്മെന്റിലേക്ക് കൊണ്ടുവിടുന്നത് മാധവൻ പിള്ള കണ്ടു. ഉടൻ തന്നെ അദ്ദേഹം ബാലഗോപാൽ വർമ്മയെ വിവരമറിയിച്ചു. ബാലഗോപാൽ വർമ്മ കോപം കൊണ്ട് വിറച്ചു. ഒരു പാവപ്പെട്ട ഡ്രൈവറോ? എന്റെ മകൾക്ക്, എന്റെ സ്ഥാപനത്തിന്റെ ഭാവി തകർക്കാനോ? അടുത്ത ദിവസം രാവിലെ വിനയൻ പതിവ് പോലെ ജോലിക്ക് വന്നപ്പോൾ ഓഫീസ് റൂമിൽ വർമ്മയുടെ മുന്നിലിരിക്കേണ്ടി വന്നു. വർമ്മയുടെ കണ്ണുകൾ തീ തുപ്പുന്നുണ്ടായിരുന്നു. വിനയൻ, നിനക്കറിയാമോ നീ ആരെയാണ് സ്വപ്നം കാണുന്നതെന്ന്? നീ ഒരു ദിവസം സമ്പാദിക്കുന്നത് എന്റെ മകൾ ഒരു നിമിഷം കൊണ്ട് ചിലവാക്കും. ധിക്കാരമാണോ നിനക്ക്? സാർ, ഞാൻ ആരതിയെ സ്നേഹിക്കുന്നു. അത് പണത്തിനു വേണ്ടിയല്ല. അവൾ നല്ലൊരു മനസ്സുള്ള കുട്ടിയാണ്, വിനയൻ ധൈര്യത്തോടെ പറഞ്ഞു.
വർമ്മ ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം നിറഞ്ഞു. നിന്റെ സ്നേഹവും എന്റെ മോളും. നോക്കൂ, ഞാൻ നിനക്കൊരു വലിയ തുക തരാം. ഈ നഗരം വിട്ടു പോവുക. എന്റെ മോളെ വെറുതെ വിടുക. വിനയൻ അത് നിരസിച്ചു. എന്റെ സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കരുത് സാർ. എന്റെ ജോലി ഞാൻ രാജിവെക്കുന്നു. പക്ഷേ ആരതിയെ ഞാൻ ഉപേക്ഷിക്കില്ല. കോപാകുലനായ വർമ്മ സെക്യൂരിറ്റിയെ വിളിച്ചു വരുത്തി വിനയനെ പുറത്താക്കി. വിനയൻ പുറത്താക്കപ്പെട്ട വിവരമറിഞ്ഞ് ആരതി തകർന്നുപോയി. ഭാഗം 3. പ്രണയത്തിന്റെ പരീക്ഷണം. അധ്യായം 5. ഒറ്റപ്പെടലിന്റെ താഴ്വര. വിനയൻ പോയതോടെ ആരതിയുടെ ജീവിതം ദുരിതത്തിലായി. വർമ്മ അവളെ മുറിയിൽ പൂട്ടിയിട്ടു. അവളുടെ ഫോൺ പിടിച്ചെടുത്തു. വിനയനെ ബന്ധപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. വിനയൻ നഗരത്തിൽ തന്നെ ഒരു ചെറിയ വാടക വീടെടുത്ത് താമസിച്ച് സ്വന്തമായി ഒരു ടാക്സി ഓടിച്ച് ജീവിക്കാൻ തുടങ്ങി. അവൻ കാത്തിരുന്നു ആരതിയുടെ ഒരു വിളിക്കായി. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ആരതി ഒരു കത്തെഴുതി വിശ്വസ്തയായ ഒരു ജോലിക്കാരിയെ കൊണ്ട് വിനയന്റെ അടുത്തേക്ക് എത്തിച്ചു. വിനയ, എന്നെ എത്രകാലം പൂട്ടിയിട്ടാലും ഞാൻ നിങ്ങളെയല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. അച്ഛൻ എന്നെ നിർബന്ധിച്ച് അമേരിക്കയിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ്. നമ്മൾ രക്ഷപ്പെടണം. അടുത്ത മാസം 15-ന് രാത്രി 11 മണിക്ക് ഞാൻ ഈ വീടിന്റെ മതിൽ ചാടി വരും. നിങ്ങൾ അവിടെ കാത്തു നിൽക്കണം. പ്രണയം മാത്രമാണ് എന്റെ ധൈര്യം. ഈ കത്ത് വിനയന് പുതിയ ഊർജം നൽകി. അവൻ അവന്റെ അമ്മയോടും അച്ഛനോടും കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. തുടക്കത്തിൽ അവർ എതിർത്തെങ്കിലും വിനയന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി അവർ അവനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. അധ്യായം 6. ഒളിച്ചോട്ടം. ആ ദിവസം സമാഗതമായി. രാത്രി 11 മണി. പുറത്ത് ചാറ്റൽ മഴ. വിനയൻ തന്റെ പഴയ ടാക്സി കാറുമായി കൈലാസത്തിന് പിന്നിലെ മതിലിനടുത്ത് കാത്തുനിന്നു. അകത്ത് ആരതി തന്റെ മുറിയിലെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അവളുടെ ഹൃദയം പടപടാമിടിക്കുന്നുണ്ടായിരുന്നു. അവൾ സാവധാനം ഒരു കയർ ജനലിൽ കെട്ടിയിറക്കി മതിലിലേക്ക്. പക്ഷേ മാധവൻ പിള്ള അവർക്ക് വേണ്ടി വല വിരിച്ചിരുന്നു. ആരതി മതിലിനടുത്തെത്തിയതും ലൈറ്റുകൾ തെളിഞ്ഞു. ബാലഗോപാൽ വർമ്മയും സെക്യൂരിറ്റിക്കാരും അവിടെയുണ്ടായിരുന്നു. കണ്ടോ വിനയ, ഇതാണ് നിന്റെ സ്വപ്നം. ഓടിപ്പോകാൻ ശ്രമിച്ച മകൾ. നിന്റെ ലക്ഷ്യം എന്റെ പണമായിരുന്നില്ലെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ വരില്ലായിരുന്നു, വർമ്മ അലറി. സെക്യൂരിറ്റി വിനയനെ പിടികൂടാൻ പാഞ്ഞു. ആരതി നിലവിളിച്ചു. അച്ഛാ, നിർത്ത്. വിനയനെ ഒന്നും ചെയ്യരുത്. ഇതെന്റെ തീരുമാനമാണ്. ബാലഗോപാൽ വർമ്മ വിനയന്റെ മുന്നിൽ വന്നു നിന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിന്റെ പേരിൽ മോഷണക്കുറ്റം ചാർത്തും. നിന്റെ ജീവിതം ഞാൻ ജയിലിൽ അവസാനിപ്പിക്കും. വിനയൻ വർമ്മയുടെ കണ്ണുകളിലേക്ക് ധൈര്യത്തോടെ നോക്കി. എന്റെ സ്നേഹം സത്യമാണ് സാർ. നിങ്ങളുടെ പണത്തേക്കാൾ വലുതാണ് എന്റെ ആത്മാഭിമാനം. ആരതിയെ എന്നിൽ നിന്ന് അകറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ അവളുടെ ഹൃദയത്തിൽ നിന്ന് എന്റെ സ്നേഹം മായ്ച്ചു കളയാൻ നിങ്ങൾക്ക് കഴിയില്ല. അവസാനം വിനയനെ സെക്യൂരിറ്റി പിടികൂടി. വർമ്മ ആരതിയെ വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അധ്യായം 7. പ്രണയം ജയിച്ച നിമിഷം. തുടർന്നു വന്ന ദിവസങ്ങൾ കോടതി വ്യവഹാരങ്ങളുടേതായിരുന്നു. വിനയനെ ജാമ്യത്തിൽ പുറത്തിറക്കി. പക്ഷേ ആരതിയുടെ വിവാഹം മറ്റൊരു ബിസിനസ്സുകാരനുമായി ഉറപ്പിച്ചു. വിവാഹ ദിവസം തീരുമാനിച്ചു. വിവാഹ ദിവസം രാവിലെ ആരതിയെ ഒരുങ്ങിയിരുത്താൻ കൊണ്ടുവന്ന മുറിയിൽ അവൾ തനിച്ചായിരുന്നു. അവൾ വർമ്മയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. അച്ഛാ, അച്ഛൻ എന്നെ തടഞ്ഞോളൂ. ഈ വീടും ഈ പണവും എല്ലാം അച്ഛനെടുത്തോളൂ. പക്ഷേ ഞാൻ അച്ഛന് തന്ന ഒരു വാക്ക് ഞാൻ തെറ്റിക്കില്ല. എനിക്ക് വിനയനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ അവനെയാണ് സ്നേഹിച്ചത്. എന്റെ പ്രണയം ഒരു പരീക്ഷണ വസ്തുവല്ല. ആരതിയുടെ കണ്ണുകളിലെ ആത്മാർത്ഥത വർമ്മയെ തളർത്തി. തന്റെ മകൾ താനുണ്ടാക്കിയ പണത്തിന്റെ കോട്ടയിൽ ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരു പാവം പെൺകുട്ടിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവസാനം ബാലഗോപാൽ വർമ്മയുടെ മനസ്സുമാറി. അദ്ദേഹം മനസ്സിലാക്കി, പണം സൗകര്യങ്ങൾ ഉണ്ടാക്കി നൽകും, പക്ഷേ യഥാർത്ഥ സന്തോഷവും പ്രണയവും നൽകുന്നത് ഒരു നല്ല മനസ്സാണ്. വിവാഹവേദിയിൽ ആരതിയുടെ കൈ പിടിച്ച് വർമ്മ ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇന്നെന്റെ മകളുടെ വിവാഹം നടക്കുന്നു. എന്റെ മരുമകൻ ഈ സ്ഥാപനത്തിന്റെ ഡ്രൈവറായിരുന്ന വിനയൻ. ആളുകൾ ഞെട്ടി. ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു. വിനയൻ ചിരിച്ചു. സാർ, എന്റെ സ്നേഹം വിലയ്ക്ക് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തോറ്റുപോയി. പക്ഷേ ഈ സ്നേഹം എന്നെ വിജയിപ്പിച്ചു. ആരതിയും വിനയനും ഒന്നിച്ചു. ഒരു പണക്കാരിയായ പെൺകുട്ടി അവളുടെ വീട്ടിലെ ഡ്രൈവറായ പാവം ചെറുപ്പക്കാരനെ പ്രണയിച്ച കഥ അവിടെ പൂർണ്ണമായി. പണത്തിന്റെ മതിലുകൾ തകർത്ത് പ്രണയം വിജയം കണ്ട ഒരു പുതിയ ജീവിതം അവർക്ക് മുന്നിൽ തുറന്നു. ഈ കഥയുടെ ക്ലൈമാക്സ് നിങ്ങൾക്കിഷ്ടമായോ?